ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ്. കീം 2026 നല്ലൊരു റാങ്ക്, അത് കഴിഞ്ഞ് ഗവൺമെന്റ് കോളേജിൽ നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ അല്ലെങ്കിൽ രക്ഷകർത്താവാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. മുഴുവനായിട്ടും കാണുക. നിങ്ങളോട് ആരും പറഞ്ഞു തരാത്ത ഒരു കോച്ചിങ് സ്ഥാപനവും നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കാത്ത ചില ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ, അതായത് കീം 2026 എങ്ങനെ ഈസി ആയിട്ട് ഈ പറയുന്ന ഉയർന്ന മാർക്ക് നേടി റാങ്ക് നേടാം, ഇത് വളരെ വലിയ ഒരു ആനകേറ മലയാണോ അല്ലെങ്കിൽ വലിയ കോമ്പറ്റീഷൻ ആണോ, നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് മനസ്സിലാക്കാം. അതിന്റെ കണക്കുകൾ സഹിതം ഞാൻ ഇവിടെ അവതരിപ്പിക്കാം. അപ്പോൾ ഞാനും 4 വർഷങ്ങൾക്ക് മുമ്പൊക്കെ കീം എഴുതിയപ്പോൾ ഉണ്ടായിരുന്ന ഒരു സാഹചര്യം അല്ല ഇപ്പോഴുള്ളത്. മാറിയിട്ടുണ്ട്, സ്റ്റാൻഡർഡൈസേഷൻ മാറിയിട്ടുണ്ട്, അതുപോലെ തന്നെ അഡ്മിഷൻ രംഗത്തെ പല ട്രെൻഡുകളും മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും, റിപ്പീറ്റേഴ്സ് ആയിക്കോട്ടെ, പുതുതായിട്ട് പഠിച്ചു തുടങ്ങുന്നവരായിക്കോട്ടെ, കീമാണ് നിങ്ങളുടെ സ്വപ്നമെങ്കിൽ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. ഇനി അങ്ങോട്ട് സ്റ്റഡി ടിപ്സും നിങ്ങൾക്ക് വേണ്ടിയുള്ള എക്സ്ക്ലൂസീവ് സ്റ്റഡി പ്ലാൻസും ട്രിക്സും ഒക്കെ ആയിട്ട് നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ കാര്യത്തിലേക്ക് കടക്കാം. ഒരു വർഷം കേരളത്തിൽ കീം, കേരള എഞ്ചിനീയറിംഗ് ആൻഡ് മെഡിക്കലും അതുപോലെ ആർക്കിടെക്ചറും ഫാർമസിക്കും വേണ്ടിയുള്ള ഒരു ഒറ്റ എൻട്രൻസ് എക്സാമാണ് കീം എന്ന് പറയുന്നത്. അതിൽ നിങ്ങളിപ്പോൾ സ്വപ്നം കാണുന്നത് നല്ലൊരു എഞ്ചിനീയറിംഗ് സീറ്റാണ് എങ്കിൽ അതിൻ്റെ ഒരു റൂട്ട് മാപ്പ് നോക്കാം. 1,00,000 പേരാണ് അപ്ലൈ ചെയ്യുന്നത് എന്ന് റഫായിട്ട് വിചാരിക്കുക. കാരണം കഴിഞ്ഞ വർഷത്തേക്ക് കണക്കുകൾ എടുക്കുമ്പോൾ ഏകദേശം 1,4 ലക്ഷമാണ് മാക്സിമം വരുന്നത്. അതിൽ തന്നെ പരീക്ഷ എഴുതുന്നത് 1,00,000 എന്ന് നമുക്ക് റഫായിട്ട് എടുക്കാം. അതായത് +2 പഠിച്ച് +2 സയൻസ് ബാക്ക്ഗ്രൗണ്ടും അതുപോലെ തന്നെ പ്രധാനമായിട്ട് സയൻസ് ബാക്ക്ഗ്രൗണ്ട് ആണല്ലോ ഇതിലേക്ക് എഴുതുന്നത്. അങ്ങനെ 1,00,000 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത്. അതിൽ തന്നെ എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റിൽ കഴിഞ്ഞ വർഷം വന്നത് ഏകദേശം 86,000-ലധികം സ്റ്റുഡൻസ് ആണ് ക്വാളിഫൈ ആകുന്നത്. അതിനുശേഷം 75,000-അടുത്ത് ആ ഒരു റാങ്ക് ലിസ്റ്റിലേക്ക് വന്നു. ഇതൊരു റഫ് കണക്കാണ്, പക്ഷെ വളരെ വലിയൊരു വ്യത്യാസമില്ല. ഈ 75,000-ൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഗവൺമെന്റ് സീറ്റിൽ പഠിക്കണം എന്നുള്ളത് 2 കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കും. ഒന്ന്, നിങ്ങൾ ഏത് ബ്രാഞ്ചാണ് എടുക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ AI കോഴ്സുകളും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഗവൺമെന്റ് സീറ്റ് കിട്ടാൻ ഒരു 3,000-4,000 റാങ്കിനകത്ത് വരേണ്ടി വരും. അതല്ല, നിങ്ങൾക്ക് ഒരു ഗവൺമെന്റ് സീറ്റ് മതി. ഇപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗ് തൊട്ട് താഴോട്ട് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വരെ നീണ്ടു നിൽക്കുന്ന ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കേരളത്തിലുണ്ട്. അപ്പോൾ കേരളത്തിൽ എഞ്ചിനീയറിംഗ് ഗവൺമെന്റ് സീറ്റുകൾ എന്ന് പറയുന്നത് 4,500 ആണ്. അല്ലാതെ ഒരു മെറിറ്റ് സീറ്റ് കിട്ടണമെങ്കിൽ തന്നെ നിങ്ങൾക്ക് 10,000 റാങ്കിനകത്ത് വന്നാൽ മതി. ഓക്കെ, സിമ്പിളായിട്ട് മനസ്സിലാക്കുക. കേരളത്തിലെ ടോട്ടൽ എഞ്ചിനീയറിംഗ് സീറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് 45,000-ൽ കൂടുതലാണ്. ഈ 45,000-ൽ 4,500 ആണ് ഗവൺമെന്റ് സീറ്റുകൾ. ഇനി മെറിറ്റ് സീറ്റാണ്, മറ്റു കോളേജുകളിലെ മെറിറ്റ് സീറ്റ് പഠിക്കാൻ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് റഫായിട്ട് 10,000 ടാർഗറ്റ് വെക്കുക. ഓക്കെ, ഈ 10,000 ടാർഗറ്റ് എന്ന് പറയുന്നത് 1,00,000-ൽ നിന്നാണ് 10,000-ലേക്ക് എത്തേണ്ടത്. അതിൽ തന്നെ പരീക്ഷ എഴുതി നമുക്ക് എല്ലാം കൂടി ഒരു 80,000 സ്റ്റുഡൻസിൽ നിന്നാണ് നിങ്ങൾ ഈ 10,000-ലേക്ക് എത്തേണ്ടത്. ഈ 10,000-ലേക്ക് എത്തുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? 80-ൽ ഒരാളായാൽ മതി. പറഞ്ഞു മനസ്സിലായോ? അതായത് ഈ 80,000-ൽ നിന്ന് 10,000-ലേക്ക് എത്താൻ ഇത്ര വലിയൊരു സ്ക്രീനിങ് കഴിയുമ്പോൾ നിങ്ങൾ അറ്റ്ലീസ്റ്റ് 80 പേരോട് പോലും അല്ല, 8 പേരോട് മത്സരിച്ചാൽ മതി. ഞാൻ പറയുന്നത് ആ ഒരു റേഷ്യോ വെച്ചിട്ടാണ്. 8-ൽ ഒരാൾ എന്ത് ചെയ്യും? മെറിറ്റ് സീറ്റ് കിട്ടും. ഈ 8-ൽ ഒരാളാകാൻ നിങ്ങൾക്ക് 2 ഘടകങ്ങളുണ്ട്. ഒന്ന്, കീം പരീക്ഷ. കീം പരീക്ഷയിൽ തന്നെ എന്താണ്? മാത്സും ഫിസിക്സും കെമിസ്ട്രിയും, അത് +2 ബേസിക്സ് ആണ്. രണ്ടാമത്തത്, കീമിന്റെ റാങ്ക് ലിസ്റ്റ് വരുന്നത് നിങ്ങൾക്ക് എന്താണ്? നിങ്ങളുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണ്? +2 മാർക്കാണ്. +2 മാർക്ക് ഇപ്പോഴത്തെ റേഷ്യോ എന്താണ്? 5:3:2 ആണ്. 5 എന്ന് പറയുന്നത് മാത്സിനാണ്. അപ്പോൾ നിങ്ങളുടെ ഏറ്റവും വലിയൊരു ടാർഗറ്റ് എന്ന് പറയുന്നത് മാത്സിന് +2-ൽ A+ നേടുക എന്നുള്ളതാണ്. മാത്സിന് നിങ്ങൾക്ക് +2-ൽ A+ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളൊരു 25% കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. കാരണം അതിൻ്റെ 5 വെയിറ്റേജ് കിട്ടി. ആ ഒരു മാർക്ക് കീമിന്റെ റാങ്ക് ലിസ്റ്റിലേക്ക് അല്ലെങ്കിൽ കീമിന്റെ മാർക്കിലേക്ക് ആഡ് ആവുകയാണ്. പിന്നെയുള്ളത് ഫിസിക്സും കെമിസ്ട്രിയാണ്. അതായത് നിങ്ങളുടെ മുന്നിൽ ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്യുക. എന്തായാലും ഇനി വരുന്ന +2 പരീക്ഷയ്ക്ക് ഞാൻ 90% കൂടുതൽ മാർക്ക് ഏതിനൊക്കെ മേടിക്കും? മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി. അങ്ങനെ മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്ന 80,000 പേര് പരീക്ഷ എഴുതുന്നതിൽ ഏകദേശം 50,000 പേരുടെ മുകളിൽ എത്തിക്കഴിഞ്ഞു. അതായത് കേരളത്തിലെ A+ കിട്ടുന്ന കുട്ടികളുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ അത്രത്തോളം കുറവാണ് ഈ ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ഇപ്പോൾ +2-ൽ നിങ്ങളുടെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഇനിയുള്ള ദിവസമെങ്കിലും പഠിച്ച് സെറ്റായി മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി. ഏറ്റവും വലിയൊരു മറ്റൊരു അഡ്വാൻറ്റേജ്, +1-ന്റെ മാർക്ക് നിങ്ങൾ കീമിന്റെ പരീക്ഷയ്ക്ക് അപ്ലോഡ് ചെയ്യേണ്ടതായി വരുന്നില്ല, അവർ കൺസിഡർ പോലും ചെയ്യുന്നില്ല. അപ്പോൾ +2-ന് മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, അല്ലെങ്കിൽ പ്രത്യേകിച്ച് മാത്സ്, ഈ 3 വിഷയങ്ങൾക്ക് 90% കൂടുതൽ മാർക്ക് നിങ്ങൾക്ക് നേടാൻ കഴിയുമെങ്കിൽ നിങ്ങൾ ഓൾമോസ്റ്റ് ടോപ്പ് 25%-ൽ വന്നു കഴിയും. അതാണ് ഏറ്റവും വലിയൊരു വാസ്തവം. പിന്നെയുള്ളത് ബാക്കിയുള്ള എന്താണ്? കീം പരീക്ഷയാണ്. കീം പരീക്ഷയിലും നിങ്ങളുടെ ഏറ്റവും വലിയ ഒരു കാര്യം, +2-ൽ
മാത്സിന് ഫുൾ A+ കിട്ടുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഏകദേശം കൺസെപ്റ്റ് ഒക്കെ അറിയാം. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് മാക്സിമം ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുക, കോർ ഏരിയാസ് കണ്ടുപിടിക്കുക എന്നുള്ളത് മാത്രമാണ്. നമ്മൾ ഈ +2 ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ തന്ന് 15 മിനിറ്റ് ഒക്കെ തന്ന് നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എഴുതുന്ന പോലെ അല്ല. ഇത് ജസ്റ്റ് ഒരു എന്താണ് MCQ പോലെയാണ്. അപ്പോൾ നിങ്ങൾ പോകുന്നു, 4 ഓപ്ഷൻ ഉണ്ട്, അതിൽ നെഗറ്റീവ് മാർക്ക് ഉണ്ട്, ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു. അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഏത് ലെവലിൽ നിൽക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും ഈ ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്യുക. ഈ 3 വിഷയത്തിന് A++ ഇപ്പോൾ മുതൽ, ഈ വീഡിയോ കാണുന്ന മുതൽ എന്ത് ചെയ്യുക, മാക്സിമം കീമിന്റെ ലാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻസ് മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. ഈ 2 കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ ഈ 10,000 എന്ന് പറയുന്ന റാങ്കിനകത്ത് നേടുക എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള കാര്യമാണ്. ഇതിൽ തന്നെ ഒരു കാര്യം പറയട്ടെ, ഈ 1 ലക്ഷത്തിൽ തന്നെ എഞ്ചിനീയറിംഗ് മാത്രമല്ല, ഫാർമസി എടുത്ത് പോകുന്നവരുണ്ടാവും, മെഡിക്കൽ റിലേറ്റഡ് കോഴ്സിൽ പോകുന്നവരുണ്ടാവും, അങ്ങനെയൊക്കെ ഓരോ അലോട്ട്മെന്റിലും വേക്കൻസികൾ വരും. അപ്പോൾ കൃത്യമായിട്ടൊരു പ്ലാനോട് കൂടി ഇപ്പോൾ തന്നെ മാക്സിമം PYQസും ഈ പറയുന്ന 3 വിഷയത്തിലെ +2 ടോപ്പിക്സ് മാത്രം നിങ്ങൾ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ ഈ 10,000 റാങ്കിനകത്ത് വരികയും അലോട്ട്മെന്റ് വഴി നിങ്ങൾക്ക് ഉയർന്ന ഗവൺമെന്റ് സീറ്റുകളിൽ തന്നെ ആദ്യ ചാൻസ്, റിപ്പീറ്റ് എന്ന് പറയുന്ന കാര്യം നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു സുവർണ്ണ അവസരമാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞത് എത്രത്തോളം എഫക്റ്റീവായിട്ട് നിങ്ങളിലേക്ക് എത്തിയെന്ന് എനിക്കറിയില്ല. തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. നമ്മുടെ കീം കമ്മ്യൂണിറ്റി, എക്സ്ക്ലൂസീവ് ഫോർ കീം 2026 ആസ്പിറൻസ്, നമ്മുടെ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക. നിങ്ങൾക്കുള്ള സ്റ്റഡി പ്ലാൻസും ഇനി അങ്ങോട്ടുള്ള ഗൈഡൻസ് ഉൾപ്പെടെ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. തൽക്കാലം നിർത്തുന്നു.